നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വയനാട്ടിലാണുള്ളത്. വയനാട് തരുവണ എന്ന ഭാഗത്ത്, അതായത് നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഈ ബൈക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് തോൽപ്പെട്ടി കവർ ചെയ്യാൻ പറ്റുമോ നോക്കണം. അവിടെ ഒരു നല്ലൊരു കിടിലം റിസോർട്ട് ഉണ്ട്. നമ്മുടെ ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടുന്ന നല്ലൊരു ബഡ്ജറ്റ് റിസോർട്ട് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂ നമുക്ക് ചെയ്യാനുണ്ട്. ഈ വയനാട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആകെ മനസ്സിൽ വരിക ആദ്യം ആ ഒരു കുളിരാണ്. അവിടുത്തെ ഒരു ചെറിയ തണുപ്പും. ഇവിടെ ഈ തേയിലത്തോട്ടത്തിന്റെ അടുത്തൊരു സിപ്പ് ലൈനിന്റെ ഒരു സംഭവം ഉണ്ട്. ഈ തേയിലത്തോട്ടത്തിന്റെ മുകളിൽ കൂടി ഇങ്ങനെ സിപ്പ് ലൈനിൽ പോവാൻ കുറെ ആൾക്കാർ ഇങ്ങനെ ഇതിൽ പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. അപ്പോൾ നമുക്ക് നേരെ പോയാലോ. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് റെയിൻ വ്യൂ റിസോർട്ട്. നമ്മളെ മാനന്തവാടി കഴിഞ്ഞിട്ട് കാട്ടിക്കുളം എന്ന സ്ഥലത്താണ്. ഫോറസ്റ്റിന്റെ നടുവിലാണ് റിസോർട്ട് എന്നാണൊക്കെ പറഞ്ഞത്. നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം. നല്ല റിസോർട്ടാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഏതായാലും ഫോറസ്റ്റിലൂടെ നമുക്ക് സഫാരി നടത്താനുള്ള സമയമില്ല. ഏകദേശം കഴിഞ്ഞ് 3 മണി വരെയുള്ള അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ പറ്റുകയാണെങ്കിൽ നമുക്ക് നാളെ ഫോറസ്റ്റ് സഫാരി ചെയ്യാം. പിന്നെ നമുക്ക് ജസ്റ്റ് റോഡിലൂടെ നമുക്കൊന്ന് റൈഡ് ചെയ്യാം. കുറച്ച് മഞ്ഞുമലകളെ കാണാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് റിസോർട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റിസോർട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ ലീവാണ്. അപ്പോൾ ക്രിസ്മസിന്റെ ഒക്കെ ആ ലീവിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോറസ്റ്റിലൂടെ പോവുകയാണെങ്കിൽ കഴിയുന്നതും അതിരാവിലെ 6 മണി സമയമാകുമ്പോൾ ഫോറസ്റ്റിലെത്താവുന്ന രീതിയിൽ നിങ്ങൾ വരണം. അല്ലെങ്കിൽ വൈകിട്ട് 3 മണി 4 മണിക്ക് ശേഷം വരണം. ഇന്നലെ നമുക്ക് ധാരാളം വന്യമൃഗങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാനന്തവാടി ടൗണിലെത്തി. മാനന്തവാടി ടൗണിൽ നിന്ന് മൈസൂർ തിരുനെല്ലി റൂട്ടിലാണ് പോകേണ്ടത്. അപ്പൊ ഇതാണ് നമ്മളെ തെറ്റ് റോഡ് എന്ന് പറയും. ഈ റോഡിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കൊക്കെ പോകാം. അതേപോലെ റൈറ്റ് സൈഡിൽ പോയാൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ പ്രശസ്തമായ ഉണ്ണിയപ്പക്കട. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ എത്തിയ സമയം ഏകദേശം 3 മണി 3:30. അപ്പോൾ ഇവിടെ ഈ വരുന്ന സമയം എന്ന് വെച്ചാൽ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴത്തേന് ഉണ്ണിയപ്പമൊക്കെ ഏകദേശം കാലിയാവും. അപ്പം നമുക്ക് ഏതായാലും നാളെ വന്നിട്ട് ഒന്ന് ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഏത് സമയത്ത് വന്നാലും നമുക്ക് ശരിക്കും ഉണ്ണിയപ്പൊക്കെ കിട്ടുക? രാവിലെ 10 മണിയുടെ ഉള്ളിലൊക്കെ വന്നാൽ 10-12 മണിയുടെ ഉള്ളിലൊക്കെ വന്നാൽ ഉണ്ണിയപ്പം വാങ്ങിയിട്ട് പോകാം. ചിലപ്പോൾ കൂടുതൽ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാലും ഒരു 1-1.5 മണി വരെ 1:30 മണിയാകുമ്പോഴത്തേന് തരും. അത്രയ്ക്ക് ഡിമാൻഡ് ആണ് അല്ലേ? വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പക്കടയാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഇവിടെ തന്നെ? ശരി, ഇവിടെ തന്നെ നാട്. ഓക്കെ. അപ്പോൾ നമുക്ക് പോകാനുള്ള റിസോർട്ട് തോൽപ്പെട്ടി റോഡിലാണ്. അപ്പം നമുക്ക് തോൽപ്പെട്ടി റോഡിൽ റിസോർട്ടിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇഷ്ടം പോലെ മാനുകളെ കാണാനുണ്ട്. ഈ റൂട്ടിൽ വന്നാലുള്ള പ്രത്യേകത ഇഷ്ടം പോലെ മാനുകളെ. ഇപ്പൊ നമ്മളിവിടെ നമ്മളെ റിസോർട്ടിലെത്തി. റെയിൻ ട്രീ കോട്ടേജസ് ആൻഡ് റൂംസ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് കയറാം. റിസോർട്ട് ഇത് കറക്റ്റ് തോൽപ്പെട്ടി തന്നെ. തോൽപ്പെട്ടി മൈസൂർ റൂട്ടിൽ തോൽപ്പെട്ടി എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പം ഫാമിലിയൊക്കെ ഇതാ
സ്റ്റീവ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് അല്ലേ. ഓൾ ഇൻ ഓൾ ഗാർഡനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ട. ഞങ്ങൾ വന്ന് കുറെ നന്നായിട്ട് വിശന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബിരിയാണിയൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് എങ്ങനെ ഡൈനിങ് ഏരിയ. അപ്പൊ അളി എങ്ങനെയുണ്ട് റിസോർട്ട്? അടിപൊളി, മാർവലസ്. ഈ കാടിന്റെ ഈ കറക്റ്റ് ലൊക്കേഷനിൽ അല്ലേ. ഈ കാടിന്റെ നടുവില് സംഭവം അടിപൊളിയാട്ടോ. നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാം അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് റിസോർട്ട്? എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ. പ്രകൃതി മനോഹരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് മാൻകൂട്ടങ്ങളെയും സിംഹവാലൻ കുരങ്ങനെയും മറ്റു മൃഗങ്ങളെ എല്ലാവരെയും കണ്ടുകൊണ്ടുള്ള ഒരു റിസോർട്ട്. അടിപൊളി, ഇഷ്ടമായി. അടിപൊളി. ഫുഡൊക്കെ റെഡിയായി. ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ലേ. തലശ്ശേരി തലശ്ശേരി ചിക്കൻ ബിരിയാണി. കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേപോലെയുള്ള നല്ല ചിക്കൻ ബിരിയാണി, സാലഡ്, അച്ചാറ്, സംഭവം അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളി റിസോർട്ടാട്ടോ. ഈ കാടിന്റെ നടുവിൽ ഇങ്ങനെ നല്ലൊരു ആംബിയൻസ് അല്ലേ. അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം റൂമൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം. യെസ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇന്റീരിയർ ഒക്കെയാണ്. AC. പിന്നെതാ ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതേപോലെ ഡ്രസ്സിംഗ് ടേബിള്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. എന്തായാലും നല്ല ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. നല്ല ഹോംലി അറ്റ്മോസ്ഫിയർ. ഭക്ഷണമായാലും ഇവിടുത്തെ സ്റ്റാഫിന്റെ സർവീസ് ആയാലും എല്ലാം വളരെ അടിപൊളിയാണ്. തോൽപ്പെട്ടി ഭാഗത്ത് നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. എനിക്ക് ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ കാരണം ഇത് നമ്മുടെ എന്താ പറയാ വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇതുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇവിടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്നത്തെ ടിക്കറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. അപ്പൊ നമ്മൾ നാളെ രാവിലത്തെ ട്രക്കിങ്ങിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഈ പ്രോപ്പർട്ടിയുടെ പേര് മറക്കണ്ട, റെയിൻ ട്രീ. ഒരു ഫാമിലിക്ക് വന്ന് നല്ല കഴിയാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ വൈകിട്ട് അവര് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തൽക്കാലം നമുക്ക് തിരുനെല്ലി ടെമ്പിൾ ഇതിന്റെ ഏകദേശം അടുത്തായിട്ടാണ്. അപ്പം തിരുനെല്ലി ക്ഷേത്രവും പാവനാശിനിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമ്മൾ തിരുനെല്ലി ക്ഷേത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഏകദേശം നമ്മൾ അവിടേക്കുള്ള ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ റൂട്ടിലൂടെ നമുക്ക് ഇങ്ങനെ റൈഡ് ചെയ്ത് പോവാൻ നല്ലൊരു രസമാണ്.
ഒരു പക്ഷേ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വന്യമൃഗങ്ങളൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു. നമുക്ക് പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ വരാം. അതിനുള്ളിലേക്ക് ഓടി പോവാം. ഇതാണ് ബ്രഹ്മഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി. ഏതാണ്ട് 1000 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണിത്. ഇവിടെ ദേവസ്വത്തിന്റെ കൗണ്ടറും മറ്റൊക്കെ ഉണ്ട്. നമുക്ക് വഴിപാടുകളും മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാത്തിന്റെ ലിസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, വഴിപാടുകൾക്ക് എന്തൊക്കെയാണ് ചാർജ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര പ്രധാനമുള്ള നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രം. തൂണുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നമുക്ക്. എന്താ വെച്ചാൽ പൂർണ്ണമായിട്ടും ഇത് കരിങ്കല്ലിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇതിന്റെ താഴ് ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം നല്ല കരിങ്കല്ലൊക്കെ പാകി നല്ല നീറ്റായിട്ടുണ്ട്. ഇതിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പഴയ കാലത്ത് ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് ഉപയോഗിച്ചിരുന്ന കരിങ്കൽ പാത്തികളൊക്കെ ഇവിടെ കാണാം. ഇനി നമുക്ക് പാപനാശിനി ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. മരിച്ചു കഴിഞ്ഞവരുടെ എന്താ പറയുക ബലിതർപ്പണമൊക്കെ ചെയ്യാൻ വേണ്ടി ദിനം പ്രതി ഇവിടെ ഒരുപാട് ആളുകൾ വരലുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക വാവ് സമയത്തൊക്കെ ഇവിടെ നല്ല തിരക്കാണ് ഉണ്ടാകാറ്. പഞ്ചതീർത്ഥം എന്ന പേരിലുള്ള ഒരു കുളമാണിത്. ഇതിന് എന്തൊക്കെ ചരിത്രങ്ങളുണ്ട്, എന്താ കറക്റ്റ് ചരിത്രം എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഏകദേശം സമയം നല്ല രാത്രി ആയിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒന്ന് വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കണ്ടുപോകാല്ലേ. അതെ, ഇനി വേണ്ട. ഇവിടെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇനി നമുക്ക് റിസോർട്ടിലൊക്കെ പോയിട്ട് അവിടെ ക്യാമ്പ് ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് അതിലൊക്കെ ഒന്ന് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. അപ്പോൾ തിരുനെല്ലി ക്ഷേത്രമൊക്കെ കണ്ടു, കാട്ടിലൂടെയുള്ള യാത്രകളൊക്കെ ആസ്വദിച്ച് എങ്ങനെ തിരിച്ച് റൂമിലെത്തി ഒന്ന് ഫ്രഷപ്പായി. ഇനി നമുക്ക് ഡിന്നർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പോവാം. കാടിൻ്റെ നടുവിൽ നല്ലൊരു ആംബിയൻസിൽ താമസിക്കാം. അതേപോലെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നേരെ ഫോറസ്റ്റിൽ വൈൽഡ് ലൈഫ് സഫാരി ചെയ്യാം. അപ്പോൾ ഡിന്നർ റെഡി ആയിട്ട്
ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല തണുപ്പത്ത് നല്ല ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ. അപ്പൊ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ ഒരു സഫാരി മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നാളെ രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പിന് 7 മണീൻ്റെ ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പം നാളത്തെ വീഡിയോ പുതിയൊരു എപ്പിസോഡായിട്ടാണ് വരിക. അപ്പം ആരും മിസ് ചെയ്യരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.